ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇളനീർ പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഇളനീട്ടോ എടുത്തത്. അപ്പോൾ ഈ ഇളനീർ വെള്ളം അതിൻ്റെ കാമ്പും നമുക്ക് വെവ്വേറെ മാറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അത് നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പിന്നെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച ഇളനീർ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കണേ. ഇളനീർ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഞങ്ങളിവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. ഇതൊന്ന് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മെൽറ്റാക്കി വെച്ച ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മിക്സ് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇളനീ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml പാലാണ് കേട്ടോ എടുത്തത്. നേരത്തെ നമ്മൾ അടിച്ച് വെച്ച ഇളനീ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സെയിം ടൈമിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കണേ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണേ. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സെറ്റാക്കി എടുത്ത ഇളനീര് ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇളനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഇളനീർ കഷ്ണങ്ങൾ ഇതേപോലെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.